നമസ്കാരം സാർ. നമസ്കാരം സാർ, ഏതാണ്ട് 1.5 ആഴ്ച കഴിഞ്ഞാൽ തമിഴ്നാട്ടിൽ വോട്ടെടുപ്പാണ്. നമുക്കറിയാം, DMK ഒരു വശത്ത്, മറുവശത്ത് NDA നേതൃത്വത്തിൽ AIADMKയും BJPയും പട്ടാളി മക്കൾ കക്ഷിയൊക്കെ അടങ്ങുന്ന ഒരു സഖ്യം, മുന്നണി. ഇപ്പുറത്തെ DMKയിലും ഉണ്ട്, DMK ഉണ്ട്, കോൺഗ്രസ് ഉണ്ട്. DMKയിൽ 26 കക്ഷികളാണ്. 26 ഏതൊക്കെയാണെന്ന് അവർക്ക് തന്നെ പിടിയില്ല. പിന്നെ നമ്മുടെ വിജയ് ഒരു ഭാഗത്ത്. നമ്മൾ ഈ ഒരു ഘട്ടത്തിൽ എനിക്കൊന്നു പ്രചാരണ പ്രവർത്തനങ്ങളൊക്കെ ആരംഭിച്ച് നോമിനേഷനൊക്കെ കൊടുക്കുന്ന ഒരു പ്രക്രിയയൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ ഘട്ടത്തിൽ എന്താണ് തമിഴ്നാട്ടിൽ നിന്ന് ലഭിക്കുന്ന സൂചന? എന്താണ്? സ്റ്റാലിന് ഭരണ തുടർച്ച ഉണ്ടാകുമോ, അതോ തമിഴ്നാട്ടിൽ ഭരണമാറ്റം സംഭവിക്കുമോ? അങ്ങനെ സംഭവിച്ചാൽ ആർക്കായിരിക്കും സാധ്യത? തമിഴ്നാട് രാഷ്ട്രീയം ഇന്ന് കേരളത്തിലെ രാഷ്ട്രീയം പോലെ പ്രവചനാതീതമായിരിക്കും. കാരണം മറ്റൊന്നുമല്ല, കേരളത്തിൽ BJP മൂന്നാം മുന്നണി വന്നതുകൊണ്ടാണ് കേരള രാഷ്ട്രീയത്തിൽ ഒരു പകുതി സീറ്റുകളിലെങ്കിലും എങ്ങനെ അത് പ്രതിഫലിക്കും, പ്രത്യേകിച്ച് NDA മത്സരിക്കുന്ന ത്രികോണ മത്സരം നടക്കുന്ന ഒരു 55 സീറ്റുകളിലെങ്കിലും അതെങ്ങനെ പോകും എന്നുള്ളത് പിടിയില്ലാതിരിക്കുന്നു. അല്ലെങ്കിൽ ഒരു 30-34 സീറ്റുകളിൽ ഒട്ടും നമുക്ക് പിടി കൊടുക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. ആര് ജയിക്കുന്ന പ്രവചനാതീതം ടോസ് നേടിപ്പോലും പറയാൻ പറ്റാത്ത അവസ്ഥയിലാണ്. ഇത് തന്നെയാണ് ഇത്രയും അല്ലെങ്കിൽ ഏതാണ്ടൊക്കെ ഇതുപോലൊരു സിറ്റുവേഷൻ തമിഴ്നാട്ടിലുണ്ട്. അതായത് വിജയുടെ വരവോടുകൂടി വിജയ് എത്ര % വോട്ട് പിടിക്കും, എത്ര സീറ്റ് പിടിക്കും, അതായത് അവിടെ ഒരു മൂന്നാം ബദൽ അല്ലെങ്കിൽ കൂടി വിജയ് പിടിക്കുന്ന വോട്ട് ആരെ വിഴുങ്ങും, ആരുടെ കയ്യിൽ നിന്ന് പോകുമെന്നുള്ളത് ഒരു വലിയ ചോദ്യചിഹ്നമാണ്. പൊതുവെ പറയുന്നത് വിജയുടെ പ്രവർത്തനം DMKക്ക് ഗുണമായി വരുമെന്നാണ്. കാരണം ഭരണവിരുദ്ധ വികാരം വലിയ തോതിൽ തമിഴ്നാട്ടിലുമുണ്ട്. ഇപ്പോ സ്റ്റാലിന്റെ ഭരണത്തെക്കുറിച്ച് ഒരുപാട് ആക്ഷേപങ്ങളുണ്ട്. അതിലേറ്റവും പ്രധാനം ജനങ്ങൾക്ക് ഹിതമായത് പലതും ചെയ്യാതെ അവർക്ക് ഏറ്റവും ബുദ്ധിമുട്ടുണ്ടാകുന്ന അഹിതമായത് ചെയ്യുകയും ജനങ്ങളെ മൈൻഡ് ചെയ്യാതിരിക്കുകയും ചെയ്യുന്ന ഒരു സർക്കാർ എന്നുള്ള ഒരു ദുഷ്പേര്. അവിടെ സാർ ഈ പോലീസ് വലിയ പ്രശ്നമാണ്, ഈ സ്ത്രീ സുരക്ഷ മറ്റൊരു പ്രശ്നമാണ്, സർക്കാർ ഓഫീസുകൾ പ്രശ്നമാണ്. ഇപ്പൊ വിജയ് അതൊക്കെയാണ് മുതലാക്കുന്നത്. നിങ്ങൾ ഓഫീസിൽ പോയാൽ അങ്ങ പോ ഇങ്ങ പോ, അന്ത റെക്കോർഡ് കൊണ്ടുപോവാ ഇന്ത റെക്കോർഡ് കൊണ്ടുപോവാന്നൊക്കെ പറയുന്ന ആ സിസ്റ്റം എല്ലാം ഞാൻ മാറ്റും. ഞാൻ മൊബൈലിലൂടെ നിങ്ങൾക്ക് ഡിജിറ്റലായിട്ട് ഇത് ട്രേസ് ചെയ്യാൻ നിങ്ങൾക്ക് ഒരു ലൈസൻസ് കൊടുത്തു, അത് കംപ്ലീറ്റ് ട്രേസ് ചെയ്ത് നിങ്ങളുടെ കയ്യിൽ വരുമെന്ന് അറിയാനുള്ള സമയം നിങ്ങളുടെ കയ്യിലേക്ക് വരും എന്നുള്ളത്. പിന്നെ അവകാശ രേഖ അവർ ഉണ്ടാക്കുമെന്ന് പറയുന്നത് നമ്മുടെ കേരളത്തിലേക്ക് കൊടുക്കുന്ന പോലെ സർക്കാർ ഉദ്യോഗസ്ഥൻ ഇത്ര ദിവസത്തിനകം വർക്ക് ചെയ്തില്ലെങ്കിൽ ഇവിടെ പേരിനേ ഉള്ളൂ, അതിലൊന്നും നടക്കുന്നില്ല. പക്ഷെ അവിടെ അങ്ങനെ കൊണ്ടുവരുമെന്നാണ് അദ്ദേഹം പറയുന്നത്. ഇത്ര ദിവസത്തിനകം ലൈസൻസ് കൊടുത്തില്ലെങ്കിൽ അതിന്റെ ഉത്തരവാദിത്വം ഉദ്യോഗസ്ഥനായിരിക്കും. അപ്പൊ അയാളിൽ നിന്നത് പിഴ സഹിതം നടപടി ഉണ്ടാവുക, അയാൾക്ക് ശിക്ഷ വരികയും ചെയ്യും. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യുമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇപ്പം തമിഴ്നാട്ടിൽ അതുപോലെ തന്നെ അഴിമതിക്കെതിരെ ഈ അഴിമതിയെല്ലാം ഇങ്ങനെ സർക്കാർ ആവശ്യമെന്നാ നിങ്ങൾക്ക് ഈ രേഖയെല്ലാം കൊണ്ടുവരാൻ പറഞ്ഞ എന്തിനാണ്? അത് നിങ്ങളെ കാശ് ഈ കാശ് വാങ്ങിക്കുന്ന ആരാണ്? സർക്കാർ ഉദ്യോഗസ്ഥനാണ്. പക്ഷെ സർക്കാർ ഉദ്യോഗസ്ഥനാണ് കാശ് വാങ്ങിക്കുന്നത്. ഇതിന്റെ അവസാനത്തെ ഇത് പോയി നിൽക്കുന്ന ആരാ? സ്റ്റാലിൻ സാറിന്റെ അടുത്താണ് പോയി നിൽക്കുന്നത് എന്ന് പറഞ്ഞ് സ്റ്റാലിന്റെ അഴിമതി പൂർണ്ണമായിട്ടും ആക്രമിച്ചുകൊണ്ട് തന്നെയാണ് വിജയ് ഈ 2 ദിവസം മുമ്പ് വിജയിന് അറിയാം ശത്രു ആരാണെന്നും ആരുടെ വോട്ടാണെന്ന് എനിക്ക് ഒരു കാരണവശാലും കിട്ടാത്തതെന്നും അറിയാം. അതായത് തെറ്റിദ്ധരിച്ച് AIADMKയുടെയോ ഇനി BJPയുടെയോ ആരെങ്കിലും തന്റെ അനുഭാവികളായിട്ടുള്ളവരുണ്ടെങ്കിൽ അവരുടെ വോട്ട് പോകരുത് എന്ന് വെച്ചിട്ടാണ് ഈ മുന്നണികളെ അധികം ഇപ്പൊ ഉപദ്രവിക്കുന്നില്ല. അപ്പൊ മുഴുവൻ അടിക്കുന്നത് അറ്റാക്കും ഫുൾ DMK കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത് സ്റ്റാലിന്. പക്ഷെ അതിന്റെ ദോഷം AIADMKക്കും BJPക്കും ആണ്. നമ്മൾ പുറമെ നോക്കുമ്പോൾ അറ്റാക്ക് ചെയ്യുന്നില്ല എന്ന് തോന്നും, പക്ഷെ അതിന്റെ വലിയ ദോഷം വരാൻ പോകുന്നത് AIADMKക്കും BJPക്കുമാണ്. ഇദ്ദേഹം എത്ര ശതമാനം വോട്ട് പിടിക്കും വിജയ് എന്നുള്ളത് ഒരു പിടിയുമില്ല. വിജയ് പറയുന്നത് സത്യത്തിൽ 2 മുന്നണികളും അങ്കലാപ്പിലാണ്. വിജയ് ഒരു 15% വോട്ട് പിടിച്ചാൽ അത് AIADMK BJP സഖ്യത്തെ വളരെ അധികം ബാധിക്കും. സർ, മുമ്പ് ഈ അണ്ണാമലയുടെ നേതൃത്വത്തിൽ BJP അണ്ണാമലയെ സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറിയതിനു ശേഷമാണെങ്കിൽ കൂടി വിജയ് കടന്നു വന്നപ്പോൾ ഈ അണ്ണാമലൈ വിജയുമായിട്ടൊരു സഖ്യം ഉണ്ടാക്കാൻ ഒരു ശ്രമം നടന്നിരുന്നു. എന്തുകൊണ്ടോ വിജയിച്ചില്ല. അങ്ങനെ ഒരു സഖ്യം ഉണ്ടായിരുന്നെങ്കിൽ ചിത്രം എന്താകുമായിരുന്നു? അങ്ങനെ ഒരു സഖ്യം ഉണ്ടായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും DMK തൂത്തെറിയപ്പെട്ടതിനെ. സ്റ്റാലിൻ ഒരു ശുഷ്കിച്ച പ്രതിപക്ഷമായിട്ട്, അതായത് ഒരു പ്രതിപക്ഷ നേതാവില്ലാത്ത തമിഴ്നാട് നിയമസഭ പോലും ഉണ്ടാകാൻ സാധ്യതയുണ്ടായിരുന്നു. വളരെ സംഭവിച്ചിട്ടുണ്ട്. വളരെ ചെറിയ തമിഴ്നാട്ടിൽ എങ്ങനെയാണ് സ്വീപ്പ് വന്നു കഴിഞ്ഞാൽ ഈ മുഴുവൻ സീറ്റുകളും ഒന്നിച്ച് പിടിക്കുന്ന 234 സീറ്റും ഒന്നിച്ച് കയ്യിലാക്കുന്ന, അല്ലെങ്കിൽ അതിനൊരു 3-4 സീറ്റ് മാത്രം
അതെ, ജയലളിത വരുമ്പോഴും അങ്ങനെയാണ്, കരുണാനിധി വരുമ്പോഴും അങ്ങനെയാണ്. ഈ ഇത് മാറി മാറി അങ്ങനെയാണ്. അതായത് ശരിക്കും ഒരു കൊടുങ്കാറ്റടിച്ച പോലെ. കൊടുങ്കാറ്റടിച്ച് സ്വീപ്പ് എന്ന് പറഞ്ഞാൽ ക്ലീൻ സ്വീപ്പാണ്. 38 സീറ്റ് 39 സീറ്റുണ്ട്, 39 പാർലമെന്റിലേക്കാണെങ്കിൽ ഒരു പാർട്ടിക്ക് പോവുക, അല്ലെങ്കിൽ 1-2 ഒഴിച്ച് ബാക്കി മുഴുവൻ പോവുക. ഇങ്ങനെ ഒരു ലൈനാണ് തമിഴ്നാട്ടിൽ ഉള്ളത്. അപ്പൊ ആ സ്വീപ്പ് ഉണ്ടാകാൻ ഒരു ചാൻസ് ഉണ്ടായിരുന്നു. പക്ഷെ വിജയുടെ പിന്നിൽ ഉള്ളവർ അത് BJP-യുടെ രാഷ്ട്രീയമായിട്ട് യോജിക്കാത്തവരാണ് എന്നുള്ളതാണ്. ഇതിൽ ഒരുപാട് സംശയങ്ങളുണ്ട്. ഇതിൽ വൈദേശിക ശക്തികളുടെ ബന്ധം വരെ ഉണ്ട് എന്ന് വിശ്വസിക്കുന്നവരുണ്ട്. അതുകൊണ്ടാണ് BJP എത്ര വിട്ടുവീഴ്ച ചെയ്യാൻ ശ്രമിച്ചിട്ടും എത്രത്തോളം വിജയന് ഉപമുഖ്യമന്ത്രി സ്ഥാനമൊക്കെ വാഗ്ദാനം ചെയ്തു. ഉപമുഖ്യമന്ത്രി സ്ഥാനം ഉറപ്പായിട്ടും കിട്ടുന്ന ഒരു സംഗതിയായിരുന്നു. അപ്പൊ അത് വിജയിക്കും ഒരു നല്ലതാണ്. കാരണം ഒരു തവണ ഉപമുഖ്യമന്ത്രിയായി ഇരുന്ന് 1 വർഷമോ 2 വർഷമോ 5 വർഷമോ എത്രയാണോ പറ്റുന്നിടത്തോളം പീരീഡ് പോയിട്ട് പിന്നെ ഒരു ഇലക്ഷൻ വരികയും വിജയ് തന്റെ ഭരണത്തിന്റെ ചില ബേസിക് തത്വങ്ങൾ മനസ്സിലായിക്കൊണ്ട് സംഘടനാപരമായ രീതികളൊക്കെ മനസ്സിലായിക്കൊണ്ട് 2 വർഷം കഴിഞ്ഞിട്ടായാലും ഒരു തല്ലിപ്പൊളിച്ചൊരു സ്വതന്ത്രമായിട്ട് ഇലക്ഷന് പോവുകയോ ഒക്കെ ചെയ്തിരുന്നെങ്കിലും, അല്ലെങ്കിൽ തെറ്റി മാറി പ്രതിപക്ഷത്തിരിക്കുകയോ എന്തെങ്കിലുമൊക്കെ ചെയ്താലും വിജയുടെ ഭാവി വേറൊരു വ്യത്യസ്തമാകുമായിരുന്നു. പക്ഷെ വിജയ് ഇപ്പോൾ അതിനല്ല ശ്രമിക്കുന്നത്. വിജയ് ഒറ്റയ്ക്ക് മത്സരിക്കാനാണ് ശ്രമിക്കുന്നത്. 2 സ്ഥലങ്ങളിലാണ് സീറ്റ് തന്നെ നിൽക്കുന്നത്, പെരമ്പൂരും അതുപോലെ തന്നെ തിരുച്ചിറപ്പള്ളി ഈസ്റ്റിലും. ഈ 2 സ്ഥലത്തും 2 വിധത്തിലാണ് വിജയുടെ പ്രവർത്തനം. അതായത് പെരുമ്പൂർ എന്ന് പറയുന്നത് ഒരു തമിഴ് സിനിമാ ബെൽറ്റാണ്. മദ്രാസിലെ സിനിമാ ആരാധകരുടെ ഒരു കേന്ദ്രമാണ്. അപ്പൊ അതാണ് അവിടെ ഒന്ന് തിരഞ്ഞെടുക്കാൻ കാര്യം. കാരണം അപ്പൊ അവിടെ സിനിമാ പ്രേമികൾ ഒത്തിരിയൊക്കെ ഉണ്ട്. അവരിൽ നിന്നുള്ള തനിക്ക് അനുകൂലമാകുമെന്നാണ് വിജയ് ഉദ്ദേശിക്കുന്നത്. പക്ഷെ വിജയ് ഉദ്ദേശിക്കാത്ത ചില കാര്യങ്ങളുണ്ട്. അവിടെ ഈ കോച്ച് ഫാക്ടറി, റെയിൽവേ ഫാക്ടറി തൊഴിലാളികൾ എല്ലാം ഉള്ള ഒരു സ്ഥലമാണ്. അവിടെ ഒരുപാട് തൊഴിലാളികളാണ്. അവർക്കൊക്കെ വളരെ ബേസിക് ആയിട്ട് ട്രേഡ് യൂണിയൻ ബന്ധങ്ങളുള്ളതാണ്. അവിടെ CPM-ന്റെ ഉണ്ട്, കോൺഗ്രസിന്റെ ഉണ്ട്, DMK-യുടെ മുന്നണിയുണ്ട്, ഇങ്ങനെ BMS-ന്റെ ഉണ്ട്. ഇതെല്ലാം ചേർന്ന് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ട്രേഡ് യൂണിയൻ ബന്ധങ്ങൾ ഉള്ളതാണ്. അതിൽ നിന്നൊക്കെ എത്രത്തോളം വോട്ടുകൾ ഈ സിനിമ പറഞ്ഞ് മറിയും എന്നുള്ളത് ഒരു സംശയമാണ്. അത് കണ്ടറിയേണ്ടത്. തിരുച്ചിറപ്പള്ളിയിലാണെങ്കിൽ കുറച്ചുകൂടെ രാഷ്ട്രീയമല്ല, അവിടെ 2 മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും നിർണായകമായിട്ടുള്ള ഒരു മണ്ഡലം. അത് ശരി. അപ്പൊ അതാണ് വിജയ് അവിടെ തിരഞ്ഞെടുക്കാൻ കഴിയും. അപ്പൊ ഒരു മൈനോറിറ്റി ഇത് കിട്ടണം എന്നുള്ളതാണ്, മൈനോറിറ്റി അപ്പീസ്മെന്റ് കിട്ടണം എന്നുള്ളതാണ്. പക്ഷെ അവിടെയും പ്രശ്നമുണ്ട്. വിജയ്ക്ക് അവിടെ ഇപ്പൊ DMK എന്ന് പറഞ്ഞാൽ 26 കക്ഷികളെ ചേർത്ത് വെച്ചിരിക്കുന്ന ചുമ്മാതല്ല. 26 കക്ഷികൾ 26 വിധത്തിൽ ജനങ്ങളെ സ്വാധീനിക്കാൻ, ഒന്നുകിൽ സാമുദായികമായിരിക്കും, അല്ലെങ്കിൽ ജാതിയായിരിക്കും, അല്ലെങ്കിൽ മതമായിരിക്കും, അല്ലെങ്കിൽ ട്രേഡ് യൂണിയൻ ആയിരിക്കും, അതല്ലെങ്കിൽ യുവാക്കളുടെയും മറ്റൊക്കെ ഉള്ള ജെൻസി, അല്ലെങ്കിൽ സിനിമാപരമായ എന്തെങ്കിലും ഒരു ബന്ധമുള്ളതായിരിക്കും. ഇങ്ങനെ കമലഹാസന്റെ കക്ഷി ഇങ്ങനെ ഓരോന്നും എടുത്തിരിക്കുന്നത് ഓരോരോ കാരണങ്ങൾ വെച്ചിട്ടാണ്, അല്ലെങ്കിൽ അതിന് ഓരോ ലക്ഷ്യമുണ്ട്, ഓരോ മാനദണ്ഡങ്ങളാണ്. അതുകൊണ്ട് ഡീപ് റൂട്ടഡ് ആണ് DMK-യുടെ വേരുകൾ. അല്ലാതെ തന്നെ ഡീപ് റൂട്ടഡ് ആണ് DMK-യുടെ ഈ പാർട്ടി കേഡർ. നമ്മുടെ മാർക്സിസ്റ്റ് പാർട്ടിയൊക്കെ ഇവർക്ക് 2 പേർക്ക് ADMK-ക്കും DMK-ക്കും ശക്തമായ വേരോട്ടം ഉണ്ട്. പക്ഷെ അതിൽ DMK-യുടേത് കുറെ കൂടെ സ്ട്രോങ് ആണ്. പാർട്ടി കേഡർ ബേസ്ഡ് ആണ്. ആ കേഡർ ബേസ്ഡ് ആയതുകൊണ്ട് ആ ഒരു ശക്തി തന്നെ ഉണ്ട്. അപ്പൊ ഈ തിരുച്ചിറപ്പള്ളി ഈസ്റ്റിലും അത്ര എളുപ്പം അല്ല എന്നും പറയുന്നുണ്ട്. കാരണം അവിടെ ഈ ക്രിസ്ത്യൻ മുസ്ലിം വോട്ടുകൾ ഉദ്ദേശിച്ചാണ് അദ്ദേഹം നിൽക്കുന്നതെങ്കിലും അവിടെയും മുസ്ലിം ലീഗ് നിർണായക സ്വാധീനമുള്ളതാണ്. അത് DMK-യുടെ കൂടെയാണ്. SDP അവിടെ നിർണായക സ്വാധീനമുള്ളതാണ്. അതും DMK-യുടെ കൂടെയാണ്. പക്ഷെ മുസ്ലിങ്ങൾക്ക് ആകെ 5% വോട്ടല്ലേ ഉള്ളൂ. അല്ല, ഈ മണ്ഡലത്തിൽ തിരുച്ചിറപ്പള്ളി മണ്ഡലത്തിൽ അവർ നിർണായകമാണ്. അവരുടെ വോട്ട് അത് എൻ ബ്ലോക്ക് ആയിട്ടാണ് പോകുന്നത്. അത് ആർക്ക് കിട്ടുന്നു അവരായിരിക്കും മിക്കവാറും വിജയിച്ചു വരിക എന്നുള്ളതാണ് അവിടുത്തെ ഒരു രീതി. അതുകൊണ്ട് ആ മണ്ഡലത്തിലെ റിസൾട്ടും വിജയ്ക്ക് വലിയൊരു കോമ്പറ്റീഷൻ തന്നെയാണ്. പക്ഷെ വിജയ് 2ഇടത്തും വിജയിക്കുമെന്നാണ് വിജയുടെ കൂടെയുള്ളവർ അവകാശപ്പെടുന്നത്. എന്തായാലും തകർത്ത ഫൈറ്റാണ് നടക്കുന്നത്. പക്ഷെ വിജയുടെ കൂടെ നിൽക്കുന്ന ബാക്കി കാൻഡിഡേറ്റ്സ് ഒന്നും രാഷ്ട്രീയ പരിചയമോ അല്ലെങ്കിൽ അതിനുള്ള അനുഭവ സമ്പത്തോ ഇല്ലാത്തവരാണ്. അപ്പൊ അവര് വിജയുടെ പടം കാണിച്ച്, വിജയുടെ ഓളം കാണിച്ച് മാത്രം എത്രത്തോളം വിജയ് ആണ് വാസ്തവത്തിൽ അവിടുത്തെ ഈ പറഞ്ഞ 234 സീറ്റിലും മത്സരിക്കുന്നത്. വിജയുടെ ഒരു അപ്പൊ ഇതിൽ എത്ര പെർസെന്റേജ് വോട്ട് പിടിക്കും വിജയ്ക്ക്? വിജയ് പറയുന്നത് അദ്ദേഹത്തിന് ഇപ്പം ഭൂരിപക്ഷം സീറ്റുകൾ 118-ൽ ഏറെ സീറ്റുകൾ പിടിച്ചുകൊണ്ട് താനായിരിക്കും മുഖ്യമന്ത്രിയാകുക. മുഖ്യമന്ത്രിയായാൽ ഞാൻ ഇന്ന മാറ്റങ്ങളൊക്കെ വരുത്തും, ജനങ്ങൾക്ക്
സർക്കാരിൽ പിന്നെ പ്രാതിനിധ്യം കൂടും, ജനങ്ങളുടേതായ പാർട്ട്ണർഷിപ്പ് സർക്കാരായിരിക്കും, അതിനുവേണ്ട സ്കീമുകളൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. അപ്പൊ ഇതെല്ലാം ഉണ്ടെങ്കിൽ പോലും മൂന്നും ബേസ് ഉള്ള പാർട്ടികൾ തന്നെയാണ്. ഇപ്പൊ ഒരു 38% വോട്ടാണ് DMKക്ക് ഉള്ളത്. ഒരു 33% ADMK ഉണ്ട്. ഇപ്പോ BJPക്ക് 10-ലധികം, BJPക്ക് ഒരു 11% വോട്ട് ഇപ്പോഴുണ്ട്. 11% കഴിഞ്ഞ പാർലമെന്റിൽ അവർ നേടിയതാണ്. അപ്പൊ അതിൽ കൂടാനേ വഴിയുള്ളൂ. ഇപ്പൊ കുറെ കൂടെ സ്ട്രോങ് ആയിട്ടുണ്ട്. അപ്പൊ ആ മുന്നണിയും ശക്തമാണ്. ഈ രണ്ട് മുന്നണികൾ ഇങ്ങനെ ശക്തമായി നിൽക്കുമ്പോൾ എങ്ങനെ, പക്ഷെ ഒരു സ്പോയിലർ ആവാൻ വിജയ്ക്ക് കഴിയും. അതാണ് വീണ്ടും ഒരു DMK പ്രതീക്ഷ വെച്ചിരിക്കുന്നത് അതിലാണ്. DMKക്ക് ഇതുകൊണ്ട് ചിലപ്പോൾ ഗുണമുണ്ടാകുമോ? സാർ, ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ. ഇപ്പം നമ്മുടെ കേരളത്തിന്റെ തെക്കേ അറ്റത്ത് കിടക്കുന്ന ഒരു പ്രദേശമാണ് നാഗർകോവിൽ, ലോക്സഭാ മണ്ഡലം ഉൾപ്പെടെ കന്യാകുമാരി ജില്ല. അവിടെ 6-7 മണ്ഡലങ്ങൾ, 7-8 മണ്ഡലങ്ങൾ ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്തായാലും പിന്നെ നാഗർകോവില്, വിളവങ്കോട്, കന്യാകുമാരി എന്നൊക്കെ പറഞ്ഞ് മണ്ഡലങ്ങളുണ്ട്. അപ്പൊ ഞാൻ ചോദിക്കാൻ വന്നത്, മുമ്പ് അവിടെ താമര വിരിഞ്ഞിട്ടുള്ളതാണ്. പൊൻ രാധാകൃഷ്ണൻ അവിടുന്ന് 2 തവണ ജയിച്ച് മന്ത്രിയൊക്കെ ആയത്. അവിടെ കോൺഗ്രസിനും BJPക്കും നല്ല സ്വാധീനമുള്ള സ്ഥലം. ഇപ്പൊ കോൺഗ്രസിൽ നിന്ന് വിജയധരണിയെ പോലെയുള്ള നേതാക്കൾ മാറി BJPയിൽ വന്നിട്ടുണ്ട്. അത് BJPക്ക് ഒരു അഡ്വാൻറ്റേജ് ആണെന്ന് പറയുന്നു. അവർ മത്സരിക്കുന്നുണ്ട്. വിളവങ്കോടെന്നാണ് അവർ മത്സരിക്കുന്നത്. മാത്രമല്ല, ഇപ്പം നരേന്ദ്രമോദി അവിടെ വരികയാണ് തെരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനങ്ങൾക്ക്. എനിക്ക് തോന്നുന്നു ഇന്നോ നാളെയോ മറ്റന്നാളോ ഒക്കെ ആയിട്ട് അദ്ദേഹം ഏതോ ഒരു ദിവസം വരുന്നുണ്ട്. എന്തായാലും ഈ നാഗർകോവിലിലെ ആ ഒരു രാഷ്ട്രീയ സാഹചര്യം കൂടി ഒന്ന് ചെറുതായിട്ടൊന്ന് പറഞ്ഞാൽ. നാഗർകോവിലെ രാഷ്ട്രീയ സാഹചര്യം മാത്രമല്ല, തമിഴ്നാട്ടിൽ മൊത്തം തന്നെ ഒരു ദ്രാവിഡ രാഷ്ട്രീയത്തിൽ നിന്നും ഒരു ഹൈന്ദവ രാഷ്ട്രീയത്തിലേക്കുള്ള ഒരു മാറ്റം, ചുവടുവയ്പ് ചെറുതായി സംഭവിച്ചു തുടങ്ങിയിട്ടുണ്ട്. അവിടെ മുരുകനെ ഊന്നിക്കൊണ്ട് തമിഴ്നാട്ടിൽ മൊത്തം BJP ഒരു ഹൈന്ദവ രാഷ്ട്രീയത്തിന്റെ ഇളക്കി മറിക്കാൻ അടിത്തട്ട് ഇട്ട് കഴിഞ്ഞു. അത് തമിഴ്നാട്ടിൽ നാഗർകോവിലാണെങ്കിൽ പ്രത്യേകിച്ച് പണ്ട് മുതലേ മുരുകനും ഹൈന്ദവ ആചാരങ്ങളോട് മറ്റ് ജില്ലകളിൽ ഇല്ലാത്ത ഒരു പ്രേമം ഉണ്ടായിരുന്നു. അത് കേരളമായിട്ടുള്ള ബന്ധം, മഹാരാജാവായിട്ടുള്ള ബന്ധം, ശ്രീപത്മനാഭനുമായിട്ടുള്ള ബന്ധം, ഇതെല്ലാം അവിടെ ഇപ്പോഴും കിടപ്പുണ്ട്. അപ്പോൾ ഒരു ഹൈന്ദവ പേര് കന്യാകുമാരി ജില്ലയ്ക്ക് പ്രത്യേകത ഉണ്ടതാണ്. നാഗർകോവിലായാലും നമ്മുടെ ഈ പറഞ്ഞ വിളവങ്കോടായാലും എല്ലായിടത്തും ആ ഒരു ഹൈന്ദവ പേര് ഉണ്ട്. പക്ഷെ ഈ വിളവങ്കോട് എന്ന് പറഞ്ഞിടത്ത് ഈ കൺവേർട്ടഡ് ക്രിസ്ത്യൻസും ഉള്ളത് കൊണ്ട് ഇപ്പൊ കുറെ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എങ്കിൽ പോലും സെൻട്രൽ കന്യാകുമാരിയിലേക്ക് പോകുമ്പോൾ ആ ഒരു ഹൈന്ദവ ബെൽറ്റ് ശക്തമാണ്. അത് BJPക്ക് ഗുണം ചെയ്യുമെന്നാണ് അവർ ഉദ്ദേശിക്കുന്നത്. എന്തായാലും നമുക്ക് ഇനിയിപ്പോ മെയ് 4-ാം തീയതിയാണ് എല്ലായിടത്തും ഒരുമിച്ചാണ് വോട്ടെണ്ണുന്നത്. കേരളത്തിലും ബംഗാളിലും ആസാമിലും തമിഴ്നാട്ടിലും പോണ്ടിച്ചേരിയിലും എല്ലാം ഒരുമിച്ച്. മെയ് 4-ാം തീയതി നമുക്ക് പെട്ടി പൊട്ടിക്കുമ്പോൾ അറിയാം. അതുവരെ നമുക്ക് ഈ വിജയുടെ റോൾ എങ്ങനെയാണെന്നുള്ളതാണ് അവിടെ ഉയരുന്ന ചോദ്യം. വിജയ് ഒരു 15%-ലധികം വോട്ട് പിടിച്ചാൽ അതൊരു വലിയ നീക്കം. 10% ആയാൽ പോലും അതൊരു ക്ഷീണമാണ്. അത് സത്യത്തിൽ രണ്ട് മുന്നണിയും ബാധിക്കും. DMKയും ബാധിക്കും, ADMK കൂടുതൽ ബാധിക്കുക. വികാരത്തിലാണ് ഊന്നൽ കൊടുക്കുന്നത്. അതുകൊണ്ട് കുറെ വോട്ടുകൾ തീർച്ചയായിട്ടും ഇവിടെ BJPയുടെ കാര്യം നമ്മൾ പറയുന്ന പോലെ മാർക്സിസ്റ്റ് പാർട്ടിയിൽ നിന്ന് വോട്ട് വരും, കോൺഗ്രസിൽ നിന്ന് വോട്ട് വരുന്ന പോലെ DMKയിൽ നിന്ന് വോട്ട് ചോർച്ച ഉണ്ടാവും. പക്ഷെ ആ വോട്ട് ചോർച്ചയിലെ കൂടുതൽ വരുന്നത് ഇവർക്കാണ്. ADMK ഭാഗത്ത് നിന്നാകാം എന്നുള്ളൊരു ധാരണ. കാരണം ADMKയുടെ വേറൊരു പ്രശ്നം വെച്ചാൽ ADMK, MGR, ജയലളിത ഇങ്ങനെയുള്ള ഒരു രാഷ്ട്രീയ ബെൽറ്റിൽ ഒരു സിനിമാ ബെൽറ്റിൽ നിന്ന് പ്രവർത്തിച്ചതാണ്. അതിന്റെ ഒരു പ്രത്യേകതയുണ്ട്. പിന്നെ എല്ലാവരും പറയുന്നത് ഒരാള് ഒരു തടവ് ചൊന്നാൽ 1000 തടവ് സ്വന്തമാതിരി. അതാരെന്നറിയാലോ, രജനീകാന്ത് വന്ന് പറയുകയാണെങ്കിൽ ഈ വിജയുടെ ഈ തരംഗത്തിനിടയിൽ ഒരൊറ്റ വാക്ക് മതി എന്നാ പറഞ്ഞു. നീങ്ക ADMK മുന്നണിക്ക് BJP മുന്നണിക്ക് വോട്ട് പോടുങ്കോ, അത് തമിഴ്നാട് രാഷ്ട്രീയത്തിന് മുതൽക്കൂട്ടായിടുന്ന അദ്ദേഹം പറഞ്ഞാൽ ഒരു പ്രസ്താവന ചെന്നൈയിൽ നിന്ന് നടത്തിയാൽ മതി എന്നാ പറഞ്ഞത്. അത് അദ്ദേഹത്തിനെ കൊണ്ട് പക്ഷേ അതിങ്ങനെ തമിഴ്നാട്ടിൽ വിജയുടെ ഈ വിസിലടിച്ചുള്ള മുഴുവൻ പ്രചരണത്തെ അട്ടിമറിക്കാൻ ആ ഒരൊറ്റ വീഡിയോ, അദ്ദേഹം പറയുന്നതിന്റെ ഒരു വീഡിയോ ഈ 234 മണ്ഡലത്തിലും എത്തിക്കാൻ കഴിഞ്ഞാൽ അതിൽ പരം വലിയൊരു സാധനമില്ലെന്നുള്ളതാണ്. അത് അദ്ദേഹം തയ്യാറാവുമോ എന്നുള്ളതാണ് പ്രധാന പ്രശ്നം. അദ്ദേഹത്തിന് ഒരുപക്ഷെ നരേന്ദ്രമോദി
പറഞ്ഞാൽ നിർദ്ദേശിച്ചാൽ നേരിട്ട് ആവശ്യപ്പെട്ടാൽ അദ്ദേഹം ചെയ്യുന്നുണ്ട് എങ്കിൽ തമിഴ്നാട്ടിൽ ഇപ്പൊ വിജയിക്കും. കാറ്റിന് എതിർത്ത ഒരു കാറ്റ് വരാൻ സാധ്യതയുണ്ട്. എന്തായാലും നമുക്ക് കാത്തിരിക്കാം. ഇനി 1.5 ആഴ്ചയുണ്ട്. ഇടയ്ക്ക് നമുക്ക് വീണ്ടും തമിഴ്നാട്ടിലെ വിശേഷങ്ങളുമായിട്ട് വരാം. നന്ദി, നമസ്കാരം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നേരിട്ട് ലഭിക്കാൻ ജനങ്ങളിൽ നിന്ന് ജനങ്ങളിലേക്ക് ജനഭൂമി ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യൂ. ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത്.